നമസ്കാരം, ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 27ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇതുവരെയുള്ള തിരക്കഥയുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ കണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത് ഫിലിം ഡയറക്ഷന്റെ അഡ്വാൻസ് ക്ലാസ്സാണ്. അപ്പോൾ തിരക്കഥയുടെ ക്ലാസ്സുകൾ തീരുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുകയാണ്. പകരം കുറേയധികം ആൾക്കാർക്ക് ഇത്തരത്തിൽ ഡയറക്ഷൻ പഠിക്കണമെന്നും ഡയറക്ഷൻ സംബന്ധിച്ച് കുറേയധികം സംശയങ്ങളുണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങളുടെ കുറേ നാളത്തെ ആ ഒരു ആഗ്രഹമില്ലേ, ആ ഒരു ആഗ്രഹം നടന്നു എന്ന് കരുതുക. അതായത് നിങ്ങൾക്കൊരു പ്രൊഡ്യൂസറിനെ കിട്ടി, നിങ്ങളുടെ പടം ഓണായെന്ന് കരുതുക. അങ്ങനെ പടം ഓണായിട്ട് നിങ്ങളുടെ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. നിങ്ങൾക്ക് കിട്ടിയത് വളരെ എക്സ്പീരിയൻസ് ഉള്ള കുറേയധികം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറെ ആണെന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ സിനിമാറ്റോഗ്രാഫറോട് നിങ്ങൾ പറയുകയാണ്, അതായത് ആദ്യത്തെ ഷോട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു വൈഡ് ഷോട്ടാണ്. അതായത് കുറേയധികം ആൾക്കാർ വരുന്ന ഒരു വൈഡ് ഷോട്ടാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ സിനിമാറ്റോഗ്രാഫർ പറയുകയാണ്, ഈ ഒരു വൈഡ് ഷോട്ട് കൊള്ളുകയില്ല, പകരം വളരെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്നതാണ് ആദ്യത്തെ ഷോട്ട് നല്ലതെന്ന് ജസ്റ്റ് പറയുകയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള സിനിമയെന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു ഷോട്ട് വൈഡ് ഷോട്ട് എടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രെയിൻ വെച്ചിട്ട് ഒരു ലോ ആംഗിളിലൊക്കെ എടുക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കരുതുക. എന്നാൽ നിങ്ങളുടെ സിനിമാറ്റോഗ്രാഫർ നിങ്ങളോട് പറയുകയാണ്, അത് ചെയ്യണ്ട. അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള കുറേയധികം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ നിങ്ങളോട് പറയുകയാണ് ആ ഒരു ഷോട്ട് എടുക്കണ്ട എന്ന്. ഈ ഒരു കേസിൽ നിങ്ങൾ എന്ന ഡയറക്ടർ എന്ത് ഡിസിഷൻ എടുക്കും? അതായത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു സിനിമാറ്റോഗ്രാഫർ പറയുന്ന ഡിസിഷൻ എടുക്കുമോ, അതോ നിങ്ങൾ എന്ന ഡയറക്ടർ സ്വന്തമായിട്ടല്ല, എൻ്റെ മനസ്സിൽ ഇതാണുള്ളത്, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമോ? നിങ്ങൾ കുറച്ച് ബുദ്ധിയുള്ള ഒരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ 2 ഷോട്ടുകളും എടുത്ത് വെക്കും. എന്നിട്ട് ആ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് രണ്ടും വെച്ച് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ അത് എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഇത്തരത്തിൽ 2 ഷോട്ടുകളും എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ എഡിറ്റർ എന്ന് പറയുന്നത് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഡിറ്റർ ആണെന്ന് കരുതുക. ആ ഒരു എഡിറ്റർ നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു എഡിറ്റർ പറയുകയാണ്, ആ ഒരു സിനിമാറ്റോഗ്രാഫർ പറഞ്ഞ ഷോട്ടും കൊള്ളുകയില്ല, നിങ്ങൾ പറഞ്ഞ ഷോട്ടും കൊള്ളുകയില്ല, പകരം മറ്റൊരു ഷോട്ട് പുള്ളി എടുത്ത് അവിടെ വെച്ചിട്ട് പറയുകയാണ് ഇതാണ് നല്ലതെന്ന്. നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷനായി അല്ലേ? അതായത് നിങ്ങളുടെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സീനിയർ ആയിട്ടുള്ള DOP പറയുന്നു ഒരു ഷോട്ടാണ് നല്ലതെന്ന്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള എഡിറ്റർ പറയുന്നു വേറൊരു ഷോട്ടാണ് നല്ലതെന്ന്. എന്നാൽ ആസ് എ ഡയറക്ടർ നിങ്ങളുടെ മനസ്സിൽ ഈ 2 ഷോട്ടുമല്ല വേണ്ടത്, മൂന്നാമതായിട്ടുള്ള ഒരു ഷോട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങളൊരു പുതുമുഖ സംവിധായകനാണെങ്കിൽ സിനിമയുടെ ആ ഒരു പ്രീ പ്രൊഡക്ഷൻ തൊട്ട് അത് റിലീസ് ചെയ്യുന്നിടം വരെ ഇത്തരത്തിൽ പല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ സജഷൻസ് പറയും. അതായത് അതാണ് നല്ലത്, ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരു ഡയറക്ടർ ഏറ്റവും അധികം പണി മേടിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ഡയറക്ടറാണ്, നിങ്ങളുടെ ഇടയ്ക്കൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാമറമാൻ പറയുകയാണ്, അതായത് ഈ ഷോട്ട് മതി. അയാൾ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അയാൾ പറയുകയാണ് ഈ ഒരു ഷോട്ടാണ് നല്ലതെന്ന്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു എഡിറ്റർ പറയുന്നു. അപ്പോൾ അവിടെ ആരാണ് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഷോട്ടാണ് ഫൈനൽ തിയേറ്ററിൽ പ്രേക്ഷകൻ കാണേണ്ടതെന്ന്? ഒരു സെക്കൻഡ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഉത്തരം താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ആലോചിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഡയറക്ടർ തന്നെയാണ് ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. അതായത് എത്ര സീനിയർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും അയാളുടെ സജഷൻസ് ചോദിക്കാം, എന്തുകൊണ്ട് അയാൾ അത് പറഞ്ഞു എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എഡിറ്ററിന്റെ ഇടയ്ക്കൽ സജഷൻ ചോദിക്കാം, എന്തുകൊണ്ട് പുള്ളി അത് പറഞ്ഞു എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നിരുന്നാൽ പോലും അതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് അതായത് ഡയറക്ടർ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള സിനിമാറ്റോഗ്രാഫറെയും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള എഡിറ്ററെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഡയറക്ടർ ഈ ഒരു ഡിസിഷൻ എടുത്തതെന്നല്ലേ? അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഡയറക്ടറിന്റെ പ്രിവിലേജ് ഇല്ലേ, അതിനൊരു ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഒറ്റ പവർ മാത്രമേ ഉള്ളൂ ഡയറക്ടർക്ക്. അത് പുതിയ ഡയറക്ടർ ആയിക്കോട്ടെ, ഇനി വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ ആയിക്കോട്ടെ, ആ ഒരു ഡയറക്ടറിന് മാത്രമുള്ളൊരു പവർ ഉണ്ട്. ആ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു റീസൺ കാരണമാണ് ഇത്തരത്തിൽ ഡയറക്ടറിന് അവരുടെ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഡയറക്ടർക്ക് മാത്രമുള്ള ആ ഒരു പ്രിവിലേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ആകാംക്ഷയുണ്ടോ? നിങ്ങളൊരു സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്നാലും നിങ്ങൾക്ക് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെപ്പറ്റി യാതൊരു ധാരണയില്ല. എന്നാലും നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ളൊരു സിനിമയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഡയറക്ടർ ആവാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം ഞാൻ സംവിധാനം പഠിക്കാൻ ഇറങ്ങി തിരിച്ച കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് നടന്നു. അതിനുള്ള ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാമറ എടുത്തുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഡയറക്ടറായി. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോക പ്രശസ്തനായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ജെയിംസ് കാമറോൺ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. പിക്കപ്പ് എ ക്യാമറ, ഷൂട്ട് സംതിങ്, നൗ യു ആർ എ ഡയറക്ടർ. അതായത് ജെയിംസ് കാമറോൺ ഇത് പറഞ്ഞത് ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട്
ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ. അപ്പോൾ അത്തരം ബിഗിനേഴ്സിന് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജെയിംസ് കാമറോൺ ഇത്തരത്തിൽ ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്ര മലമറിക്കുന്ന പണിയൊന്നുമല്ല. നിങ്ങളുടെ മനസ്സിൽ സിനിമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ ഡയറക്ടറുടെ പണി എന്താണ്? അതായത് ഒരു തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയെ സിനിമയാക്കുക എന്നുള്ളതാണ് ഡയറക്ടറുടെ പണി. അപ്പോൾ ആ ഒരു തിരക്കഥ എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ആ ഒരു സംവിധായകന്റെ മനസ്സിൽ ഒരു സിനിമ തെളിഞ്ഞു വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ആ ഒരു സിനിമയെ സ്ക്രീനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇത് മാത്രമാണ് ഡയറക്ടറുടെ പണി. അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ മലമറിക്കുന്ന പണിയല്ലാതെ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലുള്ള 21 ക്രാഫ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ സിനിമയിലുള്ള ആ ഒരു 21 യൂണിയനുകൾ അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റുകൾ ഒരു നിങ്ങളെന്നുള്ള ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ബേജാറാവേണ്ട ആവശ്യമില്ല. അതായത് പറയുകയാണെങ്കിൽ നല്ലൊരു സംവിധായകനാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിനിമാറ്റോഗ്രാഫിയോ എഡിറ്റിങ്ങോ കളർ ഗ്രേഡിങ്ങോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കേണ്ടതില്ല. സിനിമയെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം ഉണ്ടായാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ എന്ന ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേയധികം ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം ആൾക്കാരെ പ്രോപ്പറായിട്ട് നിയന്ത്രിക്കാനും, അതായത് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വളരെ നയതന്ത്രപരമായിട്ട് അവരിൽ നിന്ന് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറിന്റെ കഴിവ്. അതായത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിൽ നിന്ന് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കഥാപാത്രം എങ്ങനെയാണോ അഭിനയിക്കുന്നത് അത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവരിൽ നിന്ന് വാങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂടെ ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടെങ്കിൽ ആ ഒരു സിനിമാറ്റോഗ്രാഫർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അയാളിൽ നിന്ന് അത് മാക്സിമം അയാളുടെ ആ ഒരു കഴിവിനെ മുഴുവൻ ഊറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അയാളെ കൊണ്ട് മാക്സിമം വൃത്തിയായിട്ട് അത് ചെയ്യിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ 21 ക്രാഫ്റ്റുകൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 21 ആൾക്കാരെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഡയറക്ടറിന്റെ പണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു ഡയറക്ടറുടെ പണി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഇത്തരത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് മഴ പെയ്യുകയാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ഷൂട്ട് മുടങ്ങുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസറിന് കുറേയധികം പൈസയുടെ നഷ്ടം വരുന്നതാണല്ലേ. അപ്പം ആ ഒരു ദിവസത്തെ മഴ മാറിയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വെക്കുകയാണെങ്കിൽ മഴ എപ്പോൾ മാറുമെന്ന് അറിയില്ല. മഴ മാറുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റ് പോയേക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാം അല്ലേ. അപ്പം പെട്ടെന്ന് ആ ഒരു ഷൂട്ട് നിർത്തിയിട്ട് ഇത്തരത്തിൽ ഇൻഡോറിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ആർട്ടിസ്റ്റുകളെ വെച്ച് തന്നെ എന്തപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം ഡിസൈഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കേണ്ടത് ഡയറക്ടറുടെ ചുമതലയാണ്. അപ്പോൾ ഇനിയും ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ചെറിയൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ജോലി എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാട്ട് പ്ലേ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അപ്പൊ ഈ ഒരു പാട്ടിൽ ആദ്യം നിങ്ങൾ കേൾക്കുന്നത് ഇത്തരത്തിലൊരു തബലയുടെ സൗണ്ട് ആണല്ലേ. ആ ഒരു തബലയുടെ സൗണ്ടിനൊപ്പം പിന്നീട് ഒരു ഗിത്താറിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇത്തരത്തിൽ ഒരു ഫ്ലൂട്ടിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഫ്ലൂട്ടിന്റെ സൗണ്ടും കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ആ ഒരു ആർട്ടിസ്റ്റ് ഇത്തരത്തിൽ ആ ഒരു പാട്ട് പാടുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ ഒരു തബല വായിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു തബലിസ്റ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഗിത്താർ വായിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും വളരെ കാലത്ത് സീനിയർ ആയിട്ടുള്ള ഒരു ഗിത്താറിസ്റ്റ് ആയിരിക്കാം. ഇനി ആ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആർട്ടിസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇനി ആ ഒരു പാട്ട് പാടുന്ന കെ.ജെ. യേശുദാസ് ഇല്ലേ, അദ്ദേഹവും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. അപ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഇത് മാത്രമല്ല കുറേയധികം ആൾക്കാർ ഇത്തരത്തിൽ ഈ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് കുറേ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കോറസ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവരുടെ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരും കൂടി ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു പാട്ടാകുമോ? ഈ പറയുന്ന 10 പേരും വളരെ എക്സ്പീരിയൻസ് ഉള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ ഏതാണ് നല്ലത്, എങ്ങനെ ചെയ്താലാണ് എത്ര ബെറ്റർ ആകുന്നതെന്ന് അവർക്കറിയാം. എന്നിരുന്നാലും ഈ 10 പേര് ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മ്യൂസിക് ആകുമോ? ഒരിക്കലും ആവുകയില്ല അല്ലേ. കാരണം 10 പേരും ഒരേപോലെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മൊത്തത്തിലൊരു അവിയൽ വരുമ്പമായിട്ട് മൊത്തത്തിൽ നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ അവിടെയാണ് ആര് വരുന്നത്? മ്യൂസിക് ഡയറക്ടർ വരുന്നത്. മ്യൂസിക് ഡയറക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഓക്കെ. തബല വായിക്കുന്ന ആള് ഇത്ര ലെവലിൽ ഇത്ര സ്കെയിലിൽ ഇന്ന രീതിയിൽ വായിക്കുക എന്ന് പറയുന്നത്. അതുപോലെ അതിന് പുറത്ത് ഇത്തരത്തിൽ എന്താ ഗിത്താർ ഇന്ന ട്യൂണിൽ വായിക്കുക, അല്ലെങ്കിൽ അതിന് പുറത്ത് ഇത്തരത്തിൽ ഫ്ലൂട്ട് വരട്ടെ എന്നും അതിനുശേഷം ഇത്തരത്തിൽ ആ ഒരു യേശുദാസ് അല്ലെങ്കിൽ ആരാണോ സിംഗർ അവർ പാടട്ടെ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അതെല്ലാം പ്രോപ്പറായിട്ടാണ് നടക്കുന്നതെന്നും ഉറപ്പ് വരുത്തുന്നത് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ അതേ ജോലി തന്നെയാണ് ഇവിടെ പാട്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ
ശരിക്കും നല്ലൊരു പാട്ടുകാരനാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നല്ലൊരു തബലിസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഗിത്താർ വായിക്കുന്ന ആളോ അല്ലെങ്കിൽ ഫ്ലൂട്ട് വായിക്കുന്ന ആളോ ആവണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സംഗീതം ഉണ്ടായാൽ മാത്രം മതി. അദ്ദേഹം ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരെ വെച്ച് അത് പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് ചെയ്തെടുത്തുകൊള്ളും. അപ്പോൾ അദ്ദേഹത്തെയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നതെങ്കിൽ ഇതേ സംഭവം തന്നെയാണ് ഫിലിം ഡയറക്ടറുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നടക്കുന്നത്. അതായത് ഡയറക്ടർ ശരിക്കും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണ്ട, എഡിറ്റിംഗ് അറിയണമെന്നില്ല, അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സിനിമ ഉണ്ടായാൽ മതി. ആ മനസ്സിലുള്ള സാധനത്തെ ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് കറക്റ്റായിട്ട് വാങ്ങിയെടുക്കാൻ, കറക്റ്റായിട്ടുള്ള അളവിൽ വാങ്ങിയെടുക്കാൻ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാനും നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലാരിറ്റി വരാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മ്യൂസിക്കിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നില്ലേ? നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു തിരക്കഥയെ മറ്റൊരു ഡയറക്ടറിന് കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിൽ അതൊരു സിനിമയാക്കാൻ പറ്റുമെന്നും അത് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമെന്നും, ഇതിനായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ എഡിറ്റിങ്ങോ സിനിമാറ്റോഗ്രാഫിയോ ഒന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പഠിച്ച ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളും. എന്നാലും നിങ്ങൾ ഡയറക്ടർ ആകണമെങ്കിൽ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ചെയ്ത് നിങ്ങളുടെ ഒരു സിനിമ ഇത്തരത്തിൽ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഡയറക്ഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വെറുതെ നിങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടുന്ന കാര്യമല്ല. നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ കൂടെ, ഒരു സിനിമ എടുക്കുന്ന ഡയറക്ടറിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നുകൊണ്ട് പണി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ പലർക്കും പറ്റാത്തത് കൊണ്ട് ശരിക്കും നിങ്ങൾക്ക് സെറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്താണോ അതാണ് ഞാൻ ഈ മുന്നിലേക്ക് ചെയ്യാൻ പോകുന്ന ക്ലാസ്സുകളിലൂടെ, അതായത് ഫിലിം ഡയറക്ഷന്റെ അഡ്വാൻസ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. മുന്നിലേക്ക് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ ഇത്തരത്തിൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ, അതായത് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറേ അധികം പ്രിപ്പറേഷൻസ് ഒരു ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതുണ്ട്. ആ പ്രിപ്പറേഷൻസിനെയാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആ പ്രീ പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടും അതിനുശേഷം പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ടിംഗ് തീരുന്നിടം വരെ എന്തെല്ലാം കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കുന്നത് അതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷന്റെ വിവിധ സ്റ്റേജുകളും അതുപോലെ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ എഡിറ്റിംഗിന്റെ ആ ഒരു സ്റ്റേജ്, അതായത് അതിനെയാണ് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് പടം റിലീസ് ആകുന്ന വരെയുള്ള ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഈ പറയുന്ന 3 കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും മുന്നിലേക്ക് ഡയറക്ഷന്റെ അഡ്വാൻസ് ക്ലാസ്സുകളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഈ പറയുന്ന സീരീസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷനെ പറ്റി ഒരു 95% കാര്യങ്ങളും പഠിക്കാനായിട്ട് വരുന്നതാണ്. ബാക്കി 5% നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഈ സീരീസ് കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു സീരീസ് നിങ്ങൾ മുന്നിലേക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും പോയി പൈസ കൊടുത്തിട്ട് ഫിലിം ഡയറക്ഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരികയില്ല. ആ ഒരു ഡയറക്ഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ സിനിമ മാത്രം ഉണ്ടായാൽ മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. അതായത് എന്താണ് ഡയറക്ടർക്ക് മാത്രമുള്ള ആ ഒരു പ്രിവിലേജ്? ഉത്തരം വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ, നിങ്ങളുടെ ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ആ ഒരു സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അതായത് ആ ഒരു സിനിമ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്, ഏതൊരു പാക്കേജ് ആക്കിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു സിനിമാറ്റോഗ്രാഫർ, വളരെ സീനിയർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറിന് ആ ഒരു ഷോട്ടിനെ പറ്റി അല്ലെങ്കിൽ അയാളുടെ ആ ഒരു വർക്കിനെ പറ്റി മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ആ ഒരു ഷോട്ട് കൊണ്ടുപോയി അതിൽ മറ്റേതെങ്കിലും ഒരു വർക്കുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ. അതുപോലെ എഡിറ്ററിന്റെ കേസിൽ എഡിറ്ററിന് ആ ഒരു എഡിറ്റിംഗിന്റെ പരിപാടി മാത്രമേ അറിയുള്ളൂ. കാരണം ആ ഷോട്ടിൽ അദ്ദേഹം എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു അത് മാത്രമേ അയാൾക്ക് അറിയുകയുള്ളൂ. എന്നാൽ എൻ്റെയർ ഫിലിമിൽ അത് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു പ്രിവിലേജ്, ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഡയറക്ടർ എന്താണോ പറഞ്ഞത് അത് ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ കേൾക്കുകയും ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങളൊരു ഡയറക്ടറാണ്, നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഷൂട്ടിംഗ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷോട്ട് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ എഡിറ്റർ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ആ എഡിറ്ററിന് അറിയാം, അതായത് ഒരു ഷോട്ട് തന്നെ കുറേ നേരം കാണിക്കുകയാണെങ്കിൽ അത് ബോറായിരിക്കുമെന്ന് എഡിറ്ററിന് അറിയാം. അങ്ങനെ എഡിറ്റർ ഇത്തരത്തിൽ ഒരു 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഷോട്ട് കട്ട് ചെയ്തു. ഷോട്ട് കട്ട് ചെയ്ത് അടുത്ത വെക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ്, അതായത് ആ ഒരു ഷോട്ട് 15 സെക്കൻഡിൽ കട്ട് ചെയ്യരുത്, ആ ഒരു ഷോട്ട് ഒരു 45 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ് പോകട്ടെ എന്ന് പറയുകയാണ്. അപ്പം ഒബ്വിയസ്ലി എഡിറ്ററിന് അറിയാം അത് ഒരു 45 സെക്കൻഡ് ഒക്കെ ഒറ്റ ഷോട്ടിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ബോർ അടിക്കുമെന്ന് എഡിറ്ററിന് അറിയാം. അപ്പോൾ എഡിറ്റർ അത് സജസ്റ്റ് ചെയ്യണം, അത് വേണ്ടാന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾ പറയുകയാണ്, അല്ല നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് അത് 50 സെക്കൻഡ് വരെ പോകട്ടെ എന്ന്. എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ മ്യൂസിക് ഡയറക്ടറിനോട് പറയുകയാണ് ഈ ഷോട്ട് ഇത്ര നീളത്തിലാണ്, അപ്പം എനിക്ക് ഇന്ന ഒരു മ്യൂസിക് അവിടെ വേണമെന്ന് മ്യൂസിക് ഡയറക്ടറിനോട് പറഞ്ഞിട്ട് ആ ഒരു 50 സെക്കൻഡ് വരെ, ആ ഒരു ആക്ടറിന്റെ
ആ ഒരു ഇമോഷൻ, ഫേസിൽ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മ്യൂസിക്കിനോട് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ആ ഒരു കാര്യം ഇത്തരത്തിൽ എഡിറ്ററിന് അറിയില്ല. അപ്പോൾ എഡിറ്ററിൻ്റെ ആ ഒരു വർക്ക് മാത്രം അറിഞ്ഞിട്ട് അത് ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഔട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. ആസ് എ ഡയറക്ടർ നിങ്ങൾ ഉദ്ദേശിച്ച ഔട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സീനുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പല സീനുകളും എക്സാമ്പിളായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ വരുന്നില്ല. എന്നാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ടറിന് മാത്രമുള്ള ആ ഒരു പവർ അല്ലെങ്കിൽ പ്രിവിലേജ് എന്താണെന്ന് മനസ്സിലായോ? എന്നാൽ ഇതേ പ്രിവിലേജ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പല പുതുമുഖ സംവിധായകരുടെയും പരാജയം. അതായത് പലരും ഇത്തരത്തിൽ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരിക്കലും ഒരു പുതുമുഖ സംവിധായകനായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ക്യാമറാമാനോട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടൊന്നും തന്നെ ഇത്തരത്തിൽ അയാൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞ് കമാൻഡ് ചെയ്തിട്ട് അല്ല എനിക്കിത് മതി, എനിക്കിതാണ് വേണ്ടതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും ഇല്ലേ? അതായത് ഒരുപക്ഷെ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല സീനിയേഴ്സിനും അത് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപക്ഷെ പല ചില ആക്ടേഴ്സ് അവരുടെ കയ്യിൽ നിന്നിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം. അല്ലെങ്കിൽ ക്യാമറമാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് അവസാനം ഒരുപക്ഷെ ആ ഒരു ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു കൺട്രോൾ പോയിട്ട് ശരിക്കും പേരിൽ മാത്രം അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്ന് പേര് വന്നിട്ട് പടം മുഴുവൻ മറ്റുള്ളവരെല്ലാം കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവിയൽ പരിഭവമാവുന്ന അവസ്ഥയുണ്ടല്ലേ? അപ്പൊ അങ്ങനെ പല പടങ്ങളും വന്നിട്ടുള്ളതായിട്ട് പല സംവിധായകരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പല പുതുമുഖ സംവിധായകരും പറഞ്ഞിട്ടുണ്ട്. അവരുടെ തുടക്ക പടം അല്ലെങ്കിൽ അവരുടെ ആദ്യ പടം അവർ വിചാരിച്ച കണക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെന്ന്. എന്നാൽ നമ്മളിപ്പം പൃഥ്വിരാജിനെ പോലുള്ളയൊക്കെ സീനിയർ ഡയറക്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരൊക്കെ ശക്തമായിട്ടാണ് കമാൻഡ് ചെയ്യുന്നത്. എത്ര സീനിയർ ആയിട്ടുള്ള ആക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെങ്കിലും അവരോടെല്ലാം ശക്തമായിട്ട് കമാൻഡ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ കയ്യിൽ നിന്നൊന്നും വിടേണ്ട, ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന്. അപ്പോൾ അവിടെയാണ് ആ ഒരു ഡയറക്ടറുടെ പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രിവിലേജ് ആയിരിക്കണം ഓരോ ഡയറക്ടറും കയ്യിൽ കരുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള അതായത് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇത്തരത്തിൽ ആ ഒരു ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ ആ ഒരു ടെക്നീഷ്യനോടോ വഴക്കുണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് അത് വാങ്ങിയെടുക്കാനായിട്ട്. അങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് വാങ്ങിയെടുക്കാനും പറ്റുകയില്ല. വളരെ നയതന്ത്രപരമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് എനിക്ക് വേണ്ടത് സാർ, എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കി അവരിൽ നിന്ന് അത് വാങ്ങിയെടുക്കുന്നതാണ് ഒരു ഡയറക്ടറുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡയറക്ടർ ആവാനും പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് ശക്തമായിട്ടൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുന്നിലേക്ക് ഈ പറഞ്ഞ സീരീസുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബാക്കപ്പ്.